എവിടെ പോയി വിളിക്കണേ ഇത് എവിടെ അമ്മ? എനിക്ക് കുറെ പാക്കിങ്സും കാര്യങ്ങളൊക്കെ ഉള്ളല്ലേ. നാളെ വൈകുന്നേരം പോകണ്ടല്ലേ? ഡേ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നീ ഒന്ന് പോയി കളക്ട് ചെയ്യണം. ഞാൻ വിളിച്ച് പറയാം. ഞാൻ തിരിച്ചു വരുമല്ലോ വെക്കേഷന്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോവാ. പിന്നെ ലച്ചുവേ നിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനിടയ്ക്ക് നീ മനഃപൂർവ്വം മറന്നു ഒരു കാര്യമുണ്ട്. അമ്മ ആദ്യം ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ. നിൽക്ക് ഡേ. ഞാനെടുത്ത് പറയാൻ വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് പറഞ്ഞാൽ സാലറി പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല, കുറച്ച് ലേറ്റ് ആവും. അപ്പൊ നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. അതൊക്കെ ചെയ്തു തരാം. ആദ്യം അമ്മ പറയുന്നത് എന്താ ചേട്ടന് മനസ്സിലായോ? എന്ത്? അവന് മനസ്സിലാവുന്നിട്ടല്ല, അവൻ മനസ്സിലാവാത്തതായിട്ട് അഭിനയിക്കുകയാണ്. നീ അച്ഛൻ്റെ അടുത്ത് എന്താ പോണ കാര്യം പറയാത്ത? അമ്മ അത് അച്ഛന് ഓൾറെഡി അറിയാലോ. നിങ്ങളൊക്കെ പോയി പറഞ്ഞു കൊടുത്തില്ലേ? ഞാൻ റൂമിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ അതാണല്ലോ ഞാൻ കേട്ടോണ്ടിരുന്നല്ലോ പറഞ്ഞു കൊടുക്കണം. പിന്നെന്ത് ഇനിയിപ്പോ ഞാൻ പ്രത്യേകിച്ച് എന്തോന്ന് എടുത്ത് പറയണം. ഇപ്പൊ ഞങ്ങൾ പറയുന്നതിലാണോ ചേട്ടൻ പറയുന്നത്? ചേട്ടൻ പറഞ്ഞു കൊടുക്കണമായിരുന്നു. അവിടെ നിന്ന് പറയുന്നത് ഭയങ്കര മോശമായി. ഇപ്പൊ അച്ഛന് പിന്നെയും വിഷമാവത്തില്ലേ? എന്ത് വിഷമാവുന്നു? സത്യം പറയട്ടെ, ഞാൻ പോയി കഴിഞ്ഞാൽ അച്ഛന് ഒന്നും കൂടി സമാധാനം കിട്ടും. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, പക്ഷെ നീ പറയണോടാ. അമ്മ അച്ഛൻ എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കാല. പിന്നെന്താ ചേട്ടാ, ഈഗോ അത്ര നല്ലതൊന്നും അല്ല കേട്ടാ. ചേട്ടൻ വലിയ ആളൊന്നും ആയിട്ടില്ല. അയ്യോ, അല്ലെങ്കിൽ അച്ഛൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഒന്നുമല്ല. അതിന് മാത്രം ഞാൻ ആരാ? വെറും 3.5 ചക്രത്തിന് ജോലി ചെയ്യുന്ന 7ാം കൂലി. ഇങ്ങനെ താഴെ കിടക്കുന്ന 4 ആൾ കൂടുന്നിടത്ത് സ്വന്തം പേര് പോലും പറയാൻ യോഗ്യതയില്ലാത്തവൻ. ചേട്ടാ, ഇത് അച്ഛൻ ദേഷ്യം വരുമ്പോ അച്ഛൻ ഓരോന്ന് വിളിച്ചു പറയുന്നതാണ്. ചേട്ടൻ ഇതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം എന്തിന്? കേശുവേ, ഏതൊരാൾക്ക് അവരുടെ വ്യക്തിത്വം പ്രാധാന്യമുള്ള കാര്യമാണ്. എനിക്ക് നിന്നെപ്പോലെ 10-15 വയസ്സല്ല, എനിക്ക് 29 വയസ്സായി. അത് നിനക്ക് പറഞ്ഞാൽ എൻ്റെ വ്യത്യാസം മനസ്സിലാവില്ല. നീ 29 വയസ്സിൽ എത്തണം, അപ്പോൾ അവസ്ഥ മനസ്സിലാവും. അയ്യോ, ചിരിക്കാൻ വയ്യ. എൻ്റെ ദൈവം, മണ്ടെന്ന് പറഞ്ഞാൽ മരമണ്ട. ഒരു കാലത്തും രക്ഷപ്പെടില്ല. അച്ഛാ ആരാച്ചാ പറഞ്ഞേ? നവാസിൻ്റെ കാര്യമാണ്. നവാസിന് സൈറ്റിൽ പല ഇളക്കാൻ വേണ്ടി ചുറ്റി വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടു എഞ്ചിനീയർ. അപ്പോൾ അവിടെ ചെന്ന് നേരെ അവിടെ പോയിട്ട് അവൻ ഹാർഡ്വെയറിൽ പോയി. ഹാർഡ്വെയർ ചുറ്റി എടുത്തിട്ട് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, സാറിന് ഇഷ്ടപ്പെട്ട ഇതുപോലത്തെ ചുറ്റി എടുക്കട്ടാന്ന്. എടാ, ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഞ്ചിനീയർ കാണണോ ചുറ്റിക? എന്നാ ഈ മണ്ട ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണ്ടേ? സാർ ഈ സൈസ് ചുറ്റിയാൽ മതി, സാറിന് ഇഷ്ടപ്പെട്ടാന്ന്. അതെ എന്താടാ? നാളെ എനിക്ക് പോകുമ്പോൾ ടീഷർട്ട് കൂടുതലെടുത്ത് പാക്ക് ചെയ്ത് വെച്ചാൽ മതി. ഓഫീസ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പോയി വാങ്ങിച്ചോളാം. കേടാ കേശേ, വന്നേ വാടാ. ഓ, അച്ഛാ എന്തിനാ ചെയ്തിരിക്കണേ? അച്ഛാ എന്തിനാ ഇരിക്കണേ? അല്ല, അവൻ്റെ മണ്ടത്തരങ്ങൾ ചിരിക്കാണ് ഞാൻ. ആരുടെ മണ്ടത്തരം? ആരുടെ മണ്ടത്തരം? നവാസിന്റെ. അതാ മോന്റെ കാര്യം ആലോചിച്ച് ചിരിച്ചതാണോ? നിന്റെ മോന്റെ മണ്ടത്തരം ആലോചിച്ചല്ലേ? ഇങ്ങനെ ചിരിച്ചാ പോരാ, തറ കിടന്ന് ഉരുണ്ട് തല ചിരിക്കേണ്ടി വരും. അച്ഛൻ ചേട്ടൻ്റെ അടുത്ത് പോകുന്നതിനെ പറ്റി ചോദിക്കാത്ത എന്താ? എങ്ങനെ? ചേട്ടൻ ബാംഗ്ലൂർ പോകുന്നതിനെ പറ്റി ചോദിക്കാത്ത എന്താന്ന്? ഞാൻ പോയി ചോദിക്കാം. മോനെ എങ്ങനെ പോണ്, എപ്പോൾ പോണ്? പിന്നെ അവൻ്റെ ബാഗ് കൊടുത്ത് ഞാൻ അവൻ്റെ പുറകെ നടക്കാം. എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിലോ എയർപോർട്ടിലോ ചെന്നിട്ട് ടാറ്റ കാണിച്ച് അങ്ങനെ യാത്ര അയക്കാൻ ഞാൻ തന്നെ. ഇപ്പം പോകാനെന്ന് ചോദിക്കാൻ അവൻ്റെ അടുത്ത് ആരടി അവൻ്റെ അടുത്ത് ചോദിക്കണത്? അവൻ പോകുമ്പോൾ ഞാൻ കയറണോടി, കയറണോ? കേശുവേ, കേശു എന്തേട്ടാ? നീ നമ്മുടെ ഫ്രണ്ട് ഇല്ലേ നിഖില്, അവൻ്റെ അടുത്ത് എൻ്റെ ന്യൂ പെയർ ഓഫ് സ്നീക്കേഴ്സ് ഉണ്ട്, ഷൂ. ആ പോയി എടുത്തോ. ഏത് നിഖിൽ? എടാ തിരൂരുള്ള നിഖിൽ എടയാടി. ആ ചേട്ടൻ ആ ഷൂ ഉണ്ടാ? ആ പോയി എടുത്തിട്ടോ കേട്ടാ. പിന്നെ ഈ 1-2 എനിക്ക് പൈസ തിരിച്ചു തരാനുണ്ട്. അപ്പൊ ഞാൻ പറയുമ്പോ ഒന്ന് പോയി കളക്ട് ചെയ്യണം. ഞാൻ വിളിച്ചു പറയാം. ഓക്കെ. മോളില് കുറച്ച് തുണി കഴിയിട്ടിട്ടുണ്ട്, നാളെ എന്തായാലും ഉണങ്ങി കിട്ടും അത്. അപ്പൊ എന്നാ അതും എടുത്തോണ്ട് പോവാ. അച്ഛനോട് ഈ പോണ കാര്യം പറയാൻ പറഞ്ഞിട്ട് നീ അതിന് ഒരു മറുപടിയും പറഞ്ഞില്ല കേട്ടോ. എന്തോന്ന് എനിക്ക് കാണിക്കണത്? അടയ്ക്ക് വൃത്തിയാക്കി വെച്ചിരിക്കണ കണ്ടില്ലേ? എടാ, ഞാൻ ചോദിച്ചത് നീ കേട്ടാ? കേട്ടു. ഇപ്പോഴും ഞാൻ അച്ഛനോട് പറഞ്ഞെന്നുള്ള കാര്യത്തിന് നീ മറുപടി തരണില്ലെന്ന്. എന്തോന്നമ്മ, എന്തിന് ഏതിന് ഒരുമാതിരി ആചാരം മര്യാദയായിട്ട് വന്നോളും.
മനുഷ്യന് ഫ്രീ ആയിട്ട് ഒന്ന് പ്ലാൻ ചെയ്യാൻ സമാനത്തോടെ ഇരിക്കാൻ പറ്റില്ല അല്ലേ? എന്തെങ്കിലുമൊക്കെ ഇറിറ്റേറ്റ് ചെയ്യണ വിഷയമായിട്ട് വന്നിട്ട് പ്രാന്ത് പിടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഉറക്കം വരില്ലേ? ആ ചില മര്യാദകൾ പാലിച്ചില്ലെങ്കിലേ എൻ്റെ മനസ്സിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ആ ഡിസ്റ്റർബൻസ് ഞാൻ പ്രകടിപ്പിക്കുകയും ചെയ്യും. അമ്മ ഇപ്പോഴും അച്ഛൻ എന്നെ കാണുമ്പോൾ പരിഹാസമാണ്. ഞാൻ നോക്കട്ട്, ഞാൻ ഇറങ്ങണ സമയത്ത് അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് മിണ്ടിയ ഞാൻ അച്ഛൻ്റെ അടുത്ത് യാത്ര പറയാം. പക്ഷെ അതിൻ്റെ കൂടെ ഞാൻ 1-2 കാര്യങ്ങൾ കൂടി പറയും. പക്ഷെ അതുമായിട്ട് നിങ്ങൾ ആ സമയത്ത് ആരും വിഷമിക്കാൻ നിൽക്കരുത്. ആ നീ ഇവിടെ വന്നിക്കണ ഞാൻ അടക്കള ചെന്ന് നോക്കി ഇപ്പോൾ അവിടെ ആരും കാണാനില്ല. പ്രകത്തെ വാല് തുറന്ന് വെക്കണം കേട്ടാ. കണ്ട പട്ടിയും പൂച്ച തിന്നെ മിച്ചായിരിക്കും തിന്നേണ്ടി വരണം. അവിടെ അങ്ങനെ പൂച്ചാൻ പറ്റിയൊന്നും കയറില്ല. അമ്മ മോള് ഏതൊക്കെ തുണി അമ്മേൻ്റെ നനച്ചിട്ടിരിക്കണേന്ന് നോക്കട്ടെ, ഞാൻ കൺഫ്യൂഷൻ ആവും. അച്ഛൻ വന്നോണ്ടാ ചേട്ടൻ പോയത്. കൊച്ചിന് കാര്യം മനസ്സിലായി. ചേട്ടൻ്റെ ജീവിതത്തിൽ അച്ഛൻ്റെ സ്ഥാനം നോക്കളെ. അച്ഛൻ എന്നും ചേട്ടൻ്റെ ശത്രുവാണ്. അച്ഛൻ്റെ മുമ്പ് ജയിച്ച് കാണിക്കിട്ട് അല്ല ഇതൊക്കെ നല്ലത് തന്നെ. എൻ്റെ ജീവിതത്തിൽ ഒരു വാശി വേണം. അച്ഛാ ഞാനൊരു കാര്യം പറയാട്ടോ. അച്ഛൻ കുറെ നാളെ ചേട്ടൻ ഇങ്ങനെ തട്ടിക്കളിക്കുന്നത്. അച്ഛനൊരു കാര്യം അറിയാമോ? ചേട്ടൻ ഈ പ്രായം വരെ ചേട്ടന് വലിയ ഫ്രണ്ട്സോ എന്റർടൈൻമെന്റോ ഒന്നും ഉണ്ടായിട്ടില്ല. ചേട്ടന്റെ ഫുൾ ജീവിതം നമ്മുടെ ഫാമിലിയായിട്ട് ചുറ്റിപ്പറ്റിയല്ലേ നിന്നിരുന്നേ. അതെല്ലാരും മനസ്സിലാക്കിയാ കൊള്ളാം. അവൻ്റെ കാര്യത്തിൽ ഒന്നും ഇടപെടലില്ല. അവൻ ബാംഗ്ലൂർ പോയില്ലേ, പിന്നെ ചോദിക്കാനും പറയാൻ ആരുമില്ലല്ലോ. പുതിയ ദുശ്ശീലമൊക്കെ തുടങ്ങാം. അല്ല ബാംഗ്ലൂരിൽ എല്ലാവരും ഞാൻ കുറ്റം പറഞ്ഞില്ല കേട്ടാ. ബാംഗ്ലൂരിനെയും കുറ്റം പറഞ്ഞില്ല. വേണമെങ്കിൽ അച്ഛനുള്ള വൈരായി കൊണ്ട് പുതിയൊരു മരുമോളെ കൊണ്ടുവരും. അല്ല എൻ്റെ പഴഞ്ച മനസ്സിൽ തോന്നിയാണ്. അതിനുള്ള വിദൂര സാധ്യത ഉണ്ട്. നീലു, നീ എന്ത് സംഭവിച്ചാലും വിഷമിക്കരുത്, കരയും ചെയ്യരുത്, പിടിച്ചു നിൽക്കണം. നിങ്ങളുടെ ഒരുമാതിരി വർത്താനം ഉണ്ടല്ലോ. അവൻ ചെയ്തതാ ശരി. നിങ്ങളോട് പറയാണ്ട് പോയിട്ടുണ്ടെങ്കിലേ അവന് നല്ലതേ വരുള്ളൂ. എനിക്ക് മനസ്സിലായി ഇവിടെ എന്താണ് സംഭവിച്ചത്. അവൻ എൻ്റെ അടുത്ത് യാത്ര ചോദിക്കണതേ അമ്മയുടെ യാത്ര ചോദിച്ചല്ലേ. അച്ഛനെന്ന് പറഞ്ഞാൽ അവൻ ആര്? അവൻ ആര്? അമ്മ ഇപ്പൊ ചേട്ടൻ കാണിച്ച ഭയങ്കരമായിട്ട് കൂടിപ്പോയി കേട്ടോ.